അധികാരം പാർലമെന്റേതല്ല, മന്ത്രിസഭയുടേതല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല. അധികാരത്തിന്റെ യഥാർത്ഥ ഉടമ ജനങ്ങളാണ്, ഞാനാണ്, നിങ്ങളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ട്രസ്റ്റിമാർ മാത്രമാണ്. പക്ഷേ ഭരണഘടനാപരമായ ധാർമ്മികതയില്ല. ഭരിക്കുന്ന പാർട്ടി ആയിരുന്നാലും ഭരിക്കുന്ന പാർട്ടിയോട് ഒട്ടിച്ചേരാൻ കൊതിക്കുന്ന, അടർത്തിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ പണം വീശുമ്പോൾ അടർത്തപ്പെടുന്നതായിട്ടുള്ള ഭീരുക്കളായിട്ടുള്ള കുറച്ച് രാഷ്ട്രീയ പുങ്കുവന്മാരെ നാം തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടല്ലോ. അവന്മാരായിരുന്നാലും കൂറുമാറ്റത്തിന്റെ രാഷ്ട്രീയം പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന നേതാക്കന്മാരെ കാണുന്നു. അങ്ങനെയുള്ളവന്മാരെ കൂച്ചുവിലടങ്ങിടങ്ങാൻ തക്കോണം അവർ മത്സരിക്കുന്നിടത്ത് അവരെ എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തുവാൻ തക്കോണം ഇവിടുത്തെ വോട്ടർമാർ ഒന്നടങ്കം ശ്രമിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനും കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭരണഘടന, സമകാലീന രാഷ്ട്രീയം, സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ജനാധിപത്യം അപകടത്തിലോ എന്നൊരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് സംവേദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു പാർട്ടിയെക്കുറിച്ചോ ഒരു നേതാവിനെ കുറിച്ചോ അല്ല, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ്. ഓരോ 5 വർഷത്തിലും കോടിക്കണക്കിന് ഇന്ത്യക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുന്നു. മഴയോ വെയിലോ പ്രായമോ ദാരിദ്ര്യമോ ഒന്നും അവരെ തടയുന്നില്ല. അവർ ഒരു പ്രതീക്ഷയോടെയാണ് വോട്ട് ചെയ്യുന്നത്. എൻ്റെ വോട്ട് എൻ്റെ ഭാവിയെ മാറ്റും. എന്നാൽ ഒരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ നൽകിയ ഈ വിശ്വാസം തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന്റെ വസ്തുവായിട്ട് അവർ മാറ്റുന്നുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വീക്ഷണം, ഇന്ത്യയിലെ ഈ സമകാലിക കാര്യങ്ങൾ നമ്മളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ജനാധിപത്യ പ്രതിസന്ധികളിൽ ഒന്നാണ് ഈ ഒരു ചോദ്യം. ഭരണഘടന എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകളോടുകൂടിയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. അധികാരം പാർലമെന്റേതല്ല, മന്ത്രിസഭയുടേതല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല. അധികാരത്തിന്റെ യഥാർത്ഥ ഉടമ ജനങ്ങളാണ്, ഞാനാണ്, നിങ്ങളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ട്രസ്റ്റിമാർ മാത്രമാണ്. നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളുകൾ നമ്മുടെ വിശ്വാസത്തിന്റെ കേവലം ട്രസ്റ്റിമാർ മാത്രമാണ്, അല്ലാതെ അവർ ഉടമകളല്ല. ഡോക്ടർ BR അംബേദ്കറുടെ മുന്നറിയിപ്പ്, ഭരണഘടനാ സഭയിൽ അംബേദ്കർ പറഞ്ഞ ഒരു വാചകം ഇന്നും അത്യന്തം പ്രസക്തമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഈസ് നോട്ട് എ നാച്ചുറൽ സെന്റിമെന്റ്, ഇറ്റ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ്. ഭരണഘടനയെ ആദരിക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കാത്ത പക്ഷം ഏറ്റവും മികച്ച ഭരണഘടന പോലും ജനങ്ങളെ രക്ഷിക്കയില്ല. ഇന്ന് നമുക്ക് നേരിടുന്ന പ്രതിസന്ധി ഇത് മാത്രമാണ്. നിയമങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്, പക്ഷേ ഭരണഘടനാപരമായ ധാർമ്മികതയില്ല. ഭരിക്കുന്ന പാർട്ടി ആയിരുന്നാലും ഭരിക്കുന്ന പാർട്ടിയോട് ഒട്ടിച്ചേരാൻ കൊതിക്കുന്ന, അടർത്തിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ പണം വീശുമ്പോൾ അടർത്തപ്പെടുന്നതായിട്ടുള്ള ഭീരുക്കളായിട്ടുള്ള കുറച്ച് രാഷ്ട്രീയ പുങ്കുവന്മാരെ നാം തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടല്ലോ. അവന്മാരായിരുന്നാലും കൂറുമാറ്റത്തിന്റെ രാഷ്ട്രീയം അവന്മാർ വളരെയധികം ഫലപ്രദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കൂറുമാറ്റത്തിന്റെ രാഷ്ട്രീയം തടയാൻ വേണ്ടി 1985 കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നപ്പോൾ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ജനങ്ങൾ ഒരു പാർട്ടിയെ അധികാരത്തിലെത്തിച്ചാൽ ഏതാനും MLA-മാർ പണം, പദവി, സമ്മർദ്ദം എന്നിവയുടെ പേരിൽ സർക്കാർ അട്ടിമറിക്കരുത്. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? നിയമം മറികടക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണ്. ഒരാൾ മാറുന്നില്ല, അവര് ഒരു കൂട്ടമായിട്ടാണ് മാറുന്നത്. 10 പേര്, 20 പേര്, 9 പേര് ഇങ്ങനെ മാറുകയാണ്. പിന്നീട് അവര് വാചോടോപം പറയുന്നത് ഞങ്ങൾ ഭൂരിപക്ഷമാണ്. മഹാരാഷ്ട്ര നമുക്കൊരു മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ശിവസേന പിളർപ്പ് ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, അത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ പരീക്ഷിച്ച സംഭവമാണ്. ചോദ്യം വളരെ ലളിതമാണ്. കൂടുതൽ MLA-മാർ ഒരു വിഭാഗത്തോടൊപ്പം പോയാൽ ആ വിഭാഗം തന്നെയാണോ ആ പാർട്ടി? അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണഘടനയും സംഘടനയും ആശയങ്ങളും ചേർന്നതാണ് യഥാർത്ഥ പാർട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇവിടെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം വളരെ ചരിത്രപരമായിട്ട് നമ്മൾ വീക്ഷിക്കേണ്ടത്. സുപ്രീം കോടതിയുടെ സന്ദേശം ബഹുമാനപ്പെട്ട കോടതി വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? നിയമസഭയിലെ സംഖ്യാബലം മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം നിർണ്ണയിക്കുന്നില്ല. വീണ്ടും പറയാം, നിയമസഭയിലെ അംഗങ്ങളുടെ ബലം മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം നിർണ്ണയിക്കുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല. ഈ നിരീക്ഷണം അന്തിമ വിധിയല്ലെങ്കിലും ജനാധിപത്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഭരണഘടനാപരമായ ഒരു ചിന്തയാണ് എന്നുള്ളത് നമുക്ക് വലിയൊരു ആശ്വാസം തരുന്ന കാര്യമാണ്. സംഖ്യയാണോ ധാർമ്മികതയാണോ ഏറ്റവും പ്രധാനപ്പെട്ട എന്നുള്ള ചോദ്യം
ഇന്ന് രാഷ്ട്രീയം പലപ്പോഴും അക്കങ്ങളുടെ കളിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ജനാധിപത്യം ഒരു ക്രിക്കറ്റ് സ്കോർ ബോർഡ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ധാർമ്മിക ഉത്തരവാദിത്വമാണ്. ഏതെങ്കിലും കളിക്കളത്തിൽ നമ്പർ കൂടി വരുന്നവർ ജയിച്ചു എന്ന് വിളിക്കുന്ന പോലെ അല്ല ഇതൊരു ധാർമ്മിക ഉത്തരവാദിത്വമാണ്. രാഷ്ട്രീയ വിജയത്തിൻ്റെ അളവുകോൽ ഭൂരിപക്ഷം മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതാണ്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില പാഠങ്ങൾ കൂടെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. കർണാടകയിൽ സംഭവിച്ച എന്താണ്? കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൂറുമാറ്റം, അവിടെ സർക്കാരിനെ അവർ മാറ്റി. മധ്യപ്രദേശിൽ എന്ത് സംഭവിച്ചു? തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ മാറി. കൂറുമാറ്റം സംഭവിച്ചുകൊണ്ട് കുതിരക്കച്ചവടം നടത്തിക്കൊണ്ട് സർക്കാരിനെ അവർ മറിച്ചിട്ട് പുതിയ സർക്കാർ ഉണ്ടാക്കി. ഗോവയിൽ എന്താ സംഭവിച്ചത്? പാർട്ടി മാറലുകൾ ആവർത്തിച്ചു. മണിപ്പൂരിൽ എന്താ സംഭവിക്കുന്നത്? രാഷ്ട്രീയ അസ്ഥിരത ഇപ്പോഴും തുടരുന്നു. മഹാരാഷ്ട്രയിൽ എന്താണ്? പാർട്ടി പിളർന്നു. ചിഹ്നം, നേതൃത്വം, സർക്കാർ എല്ലാം കോടതികൾക്ക് വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ സംഭവങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലാണെങ്കിലും അവ ഉയർത്തുന്ന ചോദ്യം ഒരേ ഒരു ചോദ്യം തന്നെയാണ്: ജനവിധിയെ സംരക്ഷിക്കുന്നത് ആരാണ്? ഉത്തർപ്രദേശ് ഒരു വ്യത്യസ്ത രാഷ്ട്രീയ സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഉത്തർപ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണശാലയാണെന്ന് നമുക്കറിയാം. ഇവിടെ ഭൂരിപക്ഷ രാഷ്ട്രീയവും സാമൂഹിക സമവാക്യങ്ങളും മതപരമായ വിഷയങ്ങളും വികസന വാഗ്ദാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അയോധ്യയിലെ ലോകസഭാ ഫലം പല രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒരു വലിയ പാഠമായി തീർന്നു. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്ദേശമായി കാണണം. ജനങ്ങൾ ഒരു വിഷയത്തെ മാത്രം നോക്കി വോട്ട് ചെയ്യുന്നില്ല. തൊഴിൽ, കൃഷി, വിലക്കയറ്റം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പ്രാദേശിക വികസനം ഇവയെല്ലാം ജനവിധിയെ സ്വാധീനിക്കുന്നു. കേരളത്തിനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കേരളം രാഷ്ട്രീയ ബോധമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് നമുക്കൊക്കെ അഭിമാനമുണ്ട് ആ കാര്യത്തിൽ. എന്നാൽ ഇവിടെ പോലും പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന നേതാക്കന്മാരെ കാണുന്നു. അങ്ങനെയുള്ളവന്മാരെ കൂച്ചുവിലടങ്ങിടങ്ങാൻ തക്കോണം അവർ മത്സരിക്കുന്നിടത്ത് അവരെ എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തുവാൻ തക്കോണം ഇവിടുത്തെ വോട്ടർമാർ ഒന്നടങ്കം ശ്രമിക്കുകയാണെങ്കിൽ ഇവന്മാരുടെ ഈ കൂറുമാറ്റം ഉണ്ടല്ലോ, നാണം കെട്ട ഇവന്മാരുടെ കാലുമാറ്റം, അത് എന്നേക്കുമായിട്ട് നിർത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ കേരളം അതിനൊരു മാതൃകയാകണം. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കൂറുമാറുകയോ അല്ലെങ്കിൽ പിന്നീട് വേറൊരു പാർട്ടിയിലേക്ക് പോവുകയോ ചെയ്യുന്നവനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവൻ്റെ ഒക്കെ വാക്കുകൾക്ക് നമ്മൾ കീറിയ ചാക്കിൻ്റെ വില മാത്രമേ കൊടുക്കാവൂ. അവനൊന്നും കേൾക്കാൻ പോലും ഒരു മനുഷ്യനുണ്ടാകരുത്. അപ്പോഴേ ഇവിടുത്തെ ധാർമ്മികത രാഷ്ട്രീയത്തിൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ രാഷ്ട്രീയ അഭിപ്രായം മാറാം, അതിനൊന്നും വ്യത്യാസമില്ല, അതൊക്കെ മാറാം. പക്ഷേ ജനങ്ങളുടെ വിധി വഞ്ചിക്കപ്പെടരുത്. നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ഞങ്ങളെ ബലിയാടാക്കരുത്. ഞങ്ങളെ വിൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ സമ്മതിദാനം വാങ്ങിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് കുതിരക്കച്ചവടത്തിൽ വീണ് നിങ്ങൾക്ക് വേണ്ടുന്നൊക്കെ കൈയടക്കി വെക്കാൻ കഴിയുന്ന നാണമുണ്ടോ നിനക്കൊക്കെ എന്ന് ചോദിക്കാൻ ഇവിടുത്തെ ഓരോ വോട്ടർമാരും മുന്നോട്ട് വരണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വമുണ്ട്. പാർട്ടികളുടെ പരമാധികാരം സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെ പാർട്ടികൾക്കും ആത്മപരിശോധന വേണം. ആഭ്യന്തര ജനാധിപത്യം ഉണ്ടോ എന്ന് ഓരോ പാർട്ടിയും അതിലെ നേതാക്കന്മാരും വളരെ കലുഷിതമായി തന്നെ ചിന്തിക്കണം. യുവാക്കൾക്ക് അവസരം ലഭിക്കുന്നുണ്ടോ? വിമർശനം അംഗീകരിക്കുന്നുണ്ടോ? അതോ കുടുംബാധിപത്യം ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പരിശോധിക്കുകയും അതോ നിങ്ങൾക്ക് മാത്രം എല്ലാം കൈയടക്കി മരിക്കുമ്പോൾ ഒരു സല്യൂട്ടും കൂടെ കിട്ടി മരിക്കാമെന്നുള്ള വ്യാമോഹമാണെങ്കിൽ ഇനിയത്തെ കാലത്ത് ഇന്ത്യയിൽ അത് സംഭവ്യമല്ല, കേരളത്തിലോ സംഭവിക്കുകയില്ല എന്നുള്ളത് ഉറപ്പ് തരികയാണ്. അപ്പം ജനാധിപത്യത്തിൻ്റെ ചില ചോദ്യങ്ങളാണ് ഞാനിവിടെ ചോദിച്ചത്. അതായത് ഒന്നാമതായിട്ട് യുവാക്കൾക്ക് അവസരം കിട്ടുന്നുണ്ടോ? വിമർശനം അംഗീകരിക്കപ്പെടുന്നുണ്ടോ? കുടുംബാധിപത്യം ഒഴിവാക്കുന്നുണ്ടോ? എല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് തന്നെ നമ്മളിൽ നിലനിൽക്കണം. യുവജനങ്ങളോടുള്ള ഒരു ആഹ്വാനം ഞാൻ പറയട്ടെ. എൻ്റെ പ്രിയ യുവജനങ്ങളെ, രാഷ്ട്രീയം നിങ്ങൾ വെറുക്കരുത്. രാഷ്ട്രീയ അഴിമതിയെ നിങ്ങൾ വെറുക്കണം. ജനാധിപത്യത്തെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ ചോദ്യം ചോദിക്കണം. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നിടം വരെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ വസ്തുതകൾ അന്വേഷിക്കണം. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. ആരെങ്കിലും പറയുന്നത് കേട്ട് തലയാട്ടാനും അവന് വേണ്ടിയിട്ട് കൊടി പിടിക്കാനും അവന് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിക്കാനും പോകരുത്. മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നതും നമ്മുടെ രാഷ്ട്രത്തിന് പ്രയോജനകരമെന്ന് തോന്നുന്നു നിങ്ങൾ അടിമയാകയില്ല എന്ന് ഉറപ്പുള്ളതായ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ വോട്ട് ഒരു പാർട്ടിക്ക് നൽകുന്ന സമ്മാനമല്ല, അത് ഭരണഘടന നിങ്ങൾക്ക് നൽകിയ വിശുദ്ധ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന വിശുദ്ധമായ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. അവസാന സന്ദേശം
ഏബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തെ നിർവഹിച്ചത് ഇങ്ങനെയാണ്: ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. ഡോക്ടർ അംബേദ്കർ മുന്നറിയിപ്പ് നൽകിയത് ഭരണഘടന നല്ലതായിരിക്കാം, പക്ഷേ അത് നടപ്പാക്കുന്നവർ നല്ലവരായിരിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? ഭരണഘടന നല്ലതായിരിക്കും, പക്ഷേ നടപ്പാക്കുന്ന ആളുകൾ നല്ലവരായിരിക്കണം എന്ന് നിർബന്ധമില്ല. അതാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. മിലൻ കുന്ദേര നമ്മളെ ഓർമ്മിപ്പിച്ചു, പൊളിറ്റിക്സ് ഈസ് ദ സ്ട്രഗിൾ ഓഫ് മെമ്മറി അഗേൻസ്റ്റ് ഫർഗെറ്റിംഗ്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ജനവിധിയാണ് ജനാധിപത്യത്തിന്റെ വിശുദ്ധ അടിത്തറ. അധികാരം മാറാം, സർക്കാരുകൾ മാറാം, നേതാക്കൾ മാറാം, എന്നാൽ ജനങ്ങളുടെ വിശ്വാസം ഒരിക്കലും വിലപേശാനുള്ള വസ്തുവാകരുത്. ഇന്ത്യയുടെ ഭാവി സംഖ്യകളിലല്ല, മൂല്യങ്ങളിലാണ്. കൂറുമാറ്റത്തിലല്ല, കൂറിലാണ്. അധികാരത്തിലല്ല, ഭരണഘടനയിലാണ്. ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഇന്ത്യ യഥാർത്ഥ അർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാകുന്നത്. ഈ ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ സ്വതന്ത്രരായി മുന്നോട്ട് പോകാം. നന്ദി. ജയ് ഹിന്ദ്.